Hello students. So today we are going to see a new module, Module 3, Dielectric Properties of Materials. The reference taken is Solid State Physics by Babar and Puri. What is a dielectric material? Dielectric are substances that do not contain free charge carriers under ordinary circumstances. Dielectric is another name for insulator because a material separating two charged bodies is called dielectric. That is, in capacitor, you can see two charged plates separating by an insulating medium, and the insulating medium is called dielectric. So, dielectric എന്നുള്ള സബ്സ്റ്റൻസസിന് ഫ്രീ ചാർജസ് ഉണ്ടാവില്ല. ചാർജസ് എല്ലാം എങ്ങനെയാണ്? ദേ ഹാവ് ചാർജസ് ബട്ട് ദേ ആർ ബൗണ്ടഡ്. ചാർജസ് എല്ലാം ബൗണ്ടഡ് ആണ്. ആൻഡ് ഹെൻസ് കുഡ് ബി അഫക്റ്റഡ് ബൈ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ചാർജ് എല്ലാം ഉണ്ടെങ്കിലും ദേ ആർ ബൗണ്ടഡ്. സോ ബൗണ്ടഡ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. So dielectric are insulator and they contain free charges and charges are bounded. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ നമുക്ക് ഡൈഇലക്ട്രിക് രണ്ടായി തിരിക്കാം, പോളാർ ആൻഡ് നോൺ പോളാർ. സോ നോൺ പോളർ ആണ് നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത്. നോൺ പോളർ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ചാർജസും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് നോൺ പോളാർ എന്ന് പറയുന്നത്. പോളർ ആകുമ്പോഴോ നമുക്കതിൽ കാണാം പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റഡ് ആണ്. അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് പോളർ. സോ നോൺ പോളർ ഇസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ കോയിൻസൈഡിങ് at the center. So now we are going to see what happens when an electric field is applied to a dielectric material. ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സോ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട് ആൻഡ് ദി സ്റ്റാർട്ടിംഗ് ഓർ ഒറിജിൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് പോസിറ്റീവ് ആൻഡ് ദി എൻഡിങ് ഈസ് നെഗറ്റീവ്. സോ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ് നമ്മൾ പോസിറ്റീവ് എന്നാണ് പറയുന്നത് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എൻഡ് ചെയ്യുന്ന സ്ഥലം നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. സോ അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡൈഇലക്ട്രിക് മെറ്റീരിയലിന് എന്ത് സംഭവിക്കും? ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ബൗണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഡൈഇലക്ട്രിക്. സോ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആവും. അതാണ് നമ്മൾ അതിൽ കാണിച്ചിരിക്കുന്നത്. സോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, അതെന്താണ്? യെസ്, ഇറ്റ് ഈസ് എ ഡൈപോൾ. ദ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് എ ഡൈപോൾ. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്തായി മാറും? ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിൽ കുറച്ച് ഡൈപോൾസ് ഫോം ചെയ്യും. അതായത് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ബൗണ്ടഡ് ആയിരുന്നത് സെപ്പറേറ്റഡ് ആവും. സോ ഈ പോസിറ്റീവും നെഗറ്റീവും ഏത് ഡയറക്ഷനിലാണ് സെപ്പറേറ്റ് ആവുന്നത്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു നമ്മളല്ലേ. സോ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും നമ്മളുടെ ഡൈപോളിൻ്റെ നെഗറ്റീവ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെഗറ്റീവിൻ്റെ സൈഡിലായിരിക്കും ഡൈപോളിൻ്റെ പോസിറ്റീവ് വരുന്നത്. അങ്ങനെ ആയിരിക്കും പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ when a dielectric is placed in an external electric field E0, the positive and negative charges are displaced from their equilibrium position by very small distance, and this results in the formation of a large number of dipoles
each having dipole moment in the direction of the field. സോ ഓരോ ഡൈപ്പോളിനും ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ടാവും. ഈ ഡൈപ്പോൾ മൊമെൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും അലൈൻ ചെയ്യുക. ആൻഡ് ദ മെറ്റീരിയൽ ഈസ് സെറ്റ് ടു ബി പോളറൈസ്ഡ് വിത്ത് പോളറൈസേഷൻ P ഡിഫൈൻഡ് ആസ് ദി ഡൈപ്പോൾ മൊമെൻ്റ് പെർ യൂണിറ്റ് വോളിയം. അതായത് നമ്മൾ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയലിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് സെപ്പറേറ്റായി അവിടെ കുറേ നമ്പർ ഓഫ് ഡൈപ്പോൾസ് ഫോം ചെയ്യും. ഈ ഡൈപ്പോളിന് എന്തുണ്ട്? ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ട്. സോ ഡൈപ്പോൾ മൊമെൻ്റ് പെർ യൂണിറ്റ് വോളിയം എന്നൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. സോ വെൻ എ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ടു എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ദ മെറ്റീരിയൽ will be polarized and the polarization is represented by P. So externally കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് E0. സോ E0 എക്സ്റ്റേണലി കൊടുക്കുമ്പോൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽസ് പോളറൈസ്ഡ് ആയി. ആ പോളറൈസേഷൻ കൊണ്ടുള്ള ഫീൽഡാണ് EP. സോ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ റൈറ്റിലോട്ടാണെങ്കിൽ പോളറൈസേഷൻ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിലോട്ടായിരിക്കും. ആൻഡ് ദി എഫക്റ്റ് ഓഫ് ദി പോളറൈസേഷൻ ഈസ് ടു റെഡ്യൂസ് ദി അപ്ലൈഡ് ഫീൽഡ്. അതായത് അപ്ലൈഡ് ഫീൽഡ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പോളറൈസേഷൻ ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് ആ ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നത്. ആ ഫിഗറിൽ E0 നമുക്ക് കാണാമല്ലേ? ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ് ആൻഡ് EP ഈസ് ദി പോളറൈസേഷൻ ഫീൽഡ് വിച്ച് ഈസ് ടുവേർഡ്സ് ദി ലെഫ്റ്റ് സൈഡ്. So the effect of the polarization is to reduce the applied field. The net electric field equals to E0 plus EP. E0 എന്ന് പറയുന്ന അപ്ലൈഡ് ഫീൽഡ്, EP എന്ന് പറയുന്ന പോളറൈസേഷൻ ഫീൽഡ്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E0 പ്ലസ് EP ആണ്. So far we have discussed dielectric materials and polarization. So dielectric എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഫ്രീ ചാർജ് കരിയേഴ്സ് ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ് ഡൈഇലക്ട്രിക്. അവിടെ ചാർജ് കരിയേഴ്സ് ബൗണ്ടഡ് ആയിരിക്കും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബൗണ്ടഡ് ആയിട്ടുള്ള ചാർജ് കരിയേഴ്സ് എന്താവും? സെപ്പറേറ്റഡ് ആവും. അങ്ങനെ സെപ്പറേറ്റ് ആവുമ്പോൾ ഒരു മെറ്റീരിയലിൽ കുറേ ഡൈപ്പോൾസ് ഫോം ചെയ്യും. അങ്ങനെ ഓരോ ഡൈപ്പോളിനും ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ടാവും. ആ ഡൈപ്പോൾ മൊമെൻ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അങ്ങനെ ഡൈപ്പോൾ മൊമെൻ്റ് പെർ യൂണിറ്റ് വോളിയം എന്നതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. സോ വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ടു എ മെറ്റീരിയൽ ദാറ്റ് ഈസ് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, ദ മെറ്റീരിയൽ വിൽ ബി പോളറൈസ്ഡ് ആൻഡ് ദ പോളറൈസേഷൻ ഫീൽഡ് ഈസ് ഇൻ എ ഡയറക്ഷൻ ടു റെഡ്യൂസ് ദി അപ്ലൈഡ് ഫീൽഡ്. സോ നൗ വി ആർ സീയിങ് ദ എക്സ്പ്രഷൻ ഫോർ ദി പോളറൈസേഷൻ. പോളറൈസേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് P എന്നാണ്. സോ P ഈക്വൽസ് ടു ε0 chi E into E. The first thing is that polarization is proportional to electric field. അതായത് നമ്മളൊരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽസിൽ എന്തുമാത്രം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നോ അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു മെറ്റീരിയൽ പോളറൈസ്ഡ് ആവുന്നത്. സോ നമുക്ക് പറയാം പോളറൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. അതിനുശേഷം നമ്മൾ പറയുകയാണ് ദ പോളറൈസേഷൻ ഈക്വൽസ് ടു ε0 chi E, where ε0 is the permittivity of the free space, which is a familiar quantity for you, and chi E is the electric susceptibility. So what is electric susceptibility? Electric susceptibility is a measure of the polarization produced in the material per unit resultant electric field. അതായത് ഒരു മെറ്റീരിയൽ എന്തുമാത്രം പോളറൈസ്ഡ് ആയി എന്ന് കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് ഷോസ് ഹൗ മച്ച് എ മെറ്റീരിയൽ ഈസ് പോളറൈസ്ഡ് per resultant electric field. I hope that you understand the point. It is a very fundamental topic, dielectric and polarization. Let's see the next topic, the local field.
Here in the picture shows a dielectric material where an electric field E0 is applied. So when an electric field E0 is applied in a material, that is in a dielectric material, there will be a polarization field which is in opposite direction of the external electric field E0. So in solids, the field experienced by atoms or molecules inside dielectric is not completely the resultant macroscopic electric field, but includes the field produced by the dipoles. The resultant field is called the local field. അതായത് നമ്മളിപ്പോൾ ഒരു ഡൈലക്ട്രിക്കിലെ ഒരു ആറ്റമോ മോളിക്യൂളോ എടുത്താൽ ആ ആറ്റത്തിൻ്റെയും മോളിക്യൂളിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് ലോക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. സോ ദി ഇലക്ട്രിക് ഫീൽഡ് ആക്ടിങ് അറ്റ് ദി സൈറ്റ് ഓഫ് ആൻ ആറ്റം ഓർ മോളിക്യൂൾ ഇൻ ജനറൽ significantly different from the macroscopic electric field D and is called the local field. This field is responsible for polarization of each atom or molecule of a solid. So, local field എന്ന് പറയുന്നത് E local equals to E0 plus EP plus P by 3 epsilon 0, where E0 is the macroscopic electric field, the applied field, and EP is the polarization field. P by 3 epsilon 0 എന്താണ്? It is a field due to charges induced at the spherical surface, and the charges induced due to spherical surface is represented as P by 3 epsilon 0. So the net charge, the local field, equals to E0 plus EP plus P by 3 epsilon 0. Here we are finding the local field by using a method suggested by Lorentz. So Lorentz എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ലോക്കൽ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So in this method we select a small spherical region in the dielectric with the atom for which the local field is to be calculated is positioned at the center. സോ നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു സ്പെരിക്കൽ സർഫസ് കാണാം. സോ നമ്മളിവിടെ ഒരു ചെറിയ സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്യും. ലോക്കൽ ഫീൽഡ് കണ്ടുപിടിക്കേണ്ട ആറ്റം സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് നമ്മളിവിടെ സ്പെരിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡറിങ് ദി ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ദ അറ്റ് ആറ്റം ഇസ് കൺസിഡർ ബൈ E local equals to E0 plus EP plus P by 3 epsilon 0, where EP is the polarization field, E0 is the electric field, and P by 3 epsilon 0, which is a term, represents the field due to charges induced at the spherical surface, that is P by 3 epsilon 0. അതായത് ആ സ്പെരിക്കൽ സർഫസിൽ ഇൻഡ്യൂസ് ചെയ്ത ചാർജാണ് P by 3 epsilon 0. So I hope that you understand today's class about dielectrics, polarization and local field. So study well and see you in the next class. Thank you for listening.